ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രുചി എക്സ്പ്രസ്. ഇന്ന് രുചി എക്സ്പ്രസ്സിലൂടെ ഞാനൊരു ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാൻഡ്വിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ചീസാണ്. ചീസില്ലാത്ത സാൻഡ്വിച്ച് അപൂർവമാണല്ലോ അല്ലേ? അപ്പോൾ ചീസൊന്നും ഇല്ലാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കനും കൂടാതെ മയോണൈസും കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, അതിൽ കൂടുതലാവേണ്ട, ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണേക്കാളും ടേസ്റ്റ് എപ്പോഴും ഓയിലാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വലിയ ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് കുക്കുംബർ, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ വഴറ്റി കൊടുക്കണമെന്നുള്ള ആവശ്യമില്ല. ഞാൻ പിന്നെ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് കുട്ടികൾക്ക് വലിയൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് പച്ച മണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വലിയ ഉള്ളി ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാം. ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ ക്യാബേജൊക്കെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ക്യാബേജിൻ്റെ ടേസ്റ്റ് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കുക്കുംബർ ഇതിലിട്ട് കൊടുക്കരുത് കേട്ടോ. ഈ 3 ഇട്ട് കൊടുത്താൽ മതി. കുക്കുംബർ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. കാരണം കുക്കുംബർ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഇടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യാം. നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം വെജിറ്റബിൾസൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായി പീസാക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും കൂടെ ഇട്ട് കൊടുക്കാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഏകദേശം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കുക്കുംബറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കുക്കുംബറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ രുചി എക്സ്പ്രസ് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ ആ കാണുന്ന ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഓക്കെ, ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മല്ലിച്ചപ്പ് ഓപ്ഷണലാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മയോനൈസ് ആഡ് ചെയ്യാം. അപ്പോൾ മയോനൈസ് ഞാനിവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനിവിടെ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല. അതും കൂടെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മയോനൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി കുറവായി തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊതുവെ നമ്മളെ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ നല്ല മടിയായിരിക്കും. അപ്പോൾ ഈ സാൻഡ്വിച്ചിൽ നമ്മൾ മയോനൈസൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല അടിപൊളിയിലൊക്കെ ഫില്ല് ചെയ്ത് കാണുമ്പോൾ അവരെന്തായാലും അത് കഴിക്കും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ബ്രെഡിൽ 2 സൈഡിലും നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് ചെയ്യണമെന്നില്ല, പക്ഷേ ഞാൻ പേഴ്സണലായി പറയുകയാണെങ്കിൽ ഇതാണ് നല്ല ടേസ്റ്റ്. കാരണം നമ്മൾ സാധാരണ ബ്രെഡ് മാത്രമാക്കി നിറയ്ക്കുമ്പോൾ നമ്മുടെ മയോനൈസിൻ്റെ ആ നനവൊക്കെ തട്ടിയിട്ട് ബ്രെഡ് വല്ലാതെ സോഫ്റ്റായിട്ട് അത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ബ്രെഡിലും നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ മാക്സിമം എത്രയാണോ വെക്കാൻ പറ്റുന്ന വെച്ചാൽ അത്രയും നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സാധാ ബ്രെഡ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ബ്രെഡും കൂടെ എടുത്തിട്ട് അതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി ഇതുപോലെ മറ്റുള്ളതും കൂടെ ഞാൻ ചെയ്ത് വെക്കട്ടെ. എന്നിട്ട് ഞാനിനി ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ഞാൻ 2 സൈഡും മറിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല എളുപ്പമാണ്. അല്ലെങ്കിൽ ബ്രെഡ് അടർന്നു പോരാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ കുറഞ്ഞ സമയത്തിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ രുചി വിഭവങ്ങളുമായി നമുക്ക് രുചി എക്സ്പ്രസ്സിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക്